നമുക്കിന്നൊരു പുളിയിഞ്ചി ആക്കാം കേട്ടോ. അതിന് ഞാൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. 2 ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. ഈ വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്. ഇതിനെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വാളംപുളിയുടെ ചാറ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ്. അത് നന്നായി തിളച്ച് വരുമ്പോഴേ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ല, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. ഇതാ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കേട്ടോ. ഇനി ഓഫാക്കാവേ. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കുറുകും കേട്ടോ. കണ്ടോ, നമുക്ക് ചെറുതായിട്ട് തണുത്തപ്പോൾ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുവാണേ. കറക്റ്റ് പരുവാണ്. ഇത് രസമാണോ ഇത് കൂട്ടി കഴിക്കാൻ? ഈ ചട്ടി ഞാൻ വടിക്കും കേട്ടോ, വെറുതെ കളയില്ല. കണ്ടോ, നമ്മുടെ അടിപൊളി ഇഞ്ചിപ്പുളി റെഡിയായി.